നമസ്കാരം. ഓണത്തിന് 4 മലയാള ചിത്രങ്ങളാണ് റിലീസിനെത്തിയത്. അതിനോടൊപ്പം ഒരു തമിഴ് ചിത്രം റിലീസിനെത്തി. സമുദ്രകന്യ പ്രധാന വേഷത്തിലെത്തി ഭരത്തും മലയാളത്തിൽ നിന്ന് സുരഭി ലക്ഷ്മി, രമേശ് പിഷാരടി തുടങ്ങിയ വലിയ താരനിരയും അഭിനയിച്ച വീരവണക്കം എന്നതാണ് ചിത്രത്തിന്റെ പേര്. അനിൽ വി നാഗേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്കായി ചെന്നൈ പ്രസാദ് തിയേറ്ററിൽ ഒരുക്കിയ വീരവണക്കം എന്ന അനിൽ നാഗേന്ദ്രന്റെ തമിഴ് ചലച്ചിത്രത്തിന്റെ പ്രത്യേക പ്രദർശനം നിറഞ്ഞ പങ്കാളിത്തം കൊണ്ടും ആവേശകരമായ മുഹൂർത്തം കൊണ്ടും ശ്രദ്ധേയമായ കാഴ്ചയെ മാറുകയായിരുന്നു. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചരിത്ര സാമൂഹ്യ പശ്ചാത്തലത്തിൽ വലിയ താരനിരയുമായി ഒരുക്കിയ ചിത്രം എന്ന പ്രത്യേകത വീരവണക്കത്തിനുള്ളതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം മാധ്യമങ്ങളിലെയും മുതിർന്ന റിപ്പോർട്ടർമാരും പ്രശസ്ത നിരൂപകരും ഒക്കെ തന്നെ ചിത്രം കാണാൻ വേണ്ടി എത്തിയിരുന്നു. ചിത്രത്തിൽ 97 വയസ്സുള്ള വിപ്ലവ ഗായികയും പോരാളിയുമായ ചിരുത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കേരളത്തിന്റെ ആരാധ്യയായ PK മേദിനി മാധ്യമപ്രവർത്തകർക്കൊപ്പം ചിത്രം കാണാൻ പ്രസാദ് തിയേറ്ററിൽ എത്തിയത് അവിസ്മരണീയ അനുഭവമായി മാറുകയും ചെയ്തു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രവും ചരിത്ര പുരുഷനുമായ സഖാവ് P കൃഷ്ണപിള്ളയ്ക്കൊപ്പം ഒളിവിലും തെളിവിലും പ്രവർത്തിക്കുകയും കേരളത്തിൽ 3/4 നൂറ്റാണ്ടിലധികമായി വിപ്ലവഗാനങ്ങൾ പാടി ജനങ്ങളെ ആവേശഭരിതരാക്കുകയും ചെയ്യുന്ന PK മേദിനി തന്നെയാണ് തന്റെ ജീവിതവുമായി ഏറെ സാമ്യമുള്ള ചിരുത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നറിഞ്ഞ മാധ്യമപ്രവർത്തകർ PK മേദിനിക്ക് നൽകിയത് ഹൃദ്യമായ ആദരവും സ്നേഹവും കൂടിയാണ്. ചിത്രം കണ്ടു കഴിഞ്ഞ് പ്രസാദ് തിയേറ്റർ പുറത്തൊരുക്കിയ പ്രത്യേക സ്വീകരണ പരിപാടിയിൽ വെച്ച് PK മേദിനിയെയും ചിത്രത്തിന്റെ സംവിധായകൻ അനിൽ വി നാഗേന്ദ്രനെയും മറ്റ് അഭിനേതാക്കളെയും അണിയർ പ്രവർത്തകരെയും ആദരിച്ചു. തമിഴ്നാട് മാധ്യമ സംഘടനയ്ക്ക് പുറമെ CPIM പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന G രാമകൃഷ്ണനും PK മേദിനിയെ ആദരിച്ചു. വീരവണക്കം എന്ന ചിത്രം അടിച്ചമർത്തപ്പെട്ടവരുടെ അസാധാരണമായ പോരാട്ടങ്ങളുടെ യഥാർത്ഥ ആവിഷ്കരണമാണെന്നും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഹൃദയബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതാണെന്നും വീരവണക്കം എന്ന ചിത്രം തമിഴ്നാട് ലഭിച്ച സമ്മാനമാണെന്നും സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. P കൃഷ്ണപിള്ള ശുചീന്ദ്രം സ്വദേശിയായ തങ്കമ്മയെ വിവാഹം കഴിക്കുക വഴി തമിഴ്നാടിന്റെ മരുമകനാണെന്ന കാര്യവും പലർക്കും പുതിയ അറിവായി മാറി. തങ്കമ്മയായി അഭിനയിച്ച ഐശ്വികയ്ക്കും സമുദ്രകനിക്കും ഭരത്തിനുമൊപ്പം തുല്യ പ്രാധാന്യമുള്ള വേഷം ചെയ്ത റിതേഷിനും തമിഴ്നാടിന്റെ നിറഞ്ഞ കയ്യടി ലഭിച്ചു. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാന വിതരണ കമ്പനിയായ റെഡ് ജയന്റ് മൂവീസാണ് ചിത്രം വിതരണം ചെയ്യുന്നത്. ഓഗസ്റ്റ് 29-ന് തമിഴ്നാട്ടിലും കേരളത്തിലും ചിത്രം പ്രദർശനത്തിനെത്തിയിരുന്നു. വിശാരദ് ക്രിയേഷൻസിന്റെ ബാനറിൽ അനിൽ വി നാഗേന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ സമുദ്രകനി, ഭരത്, റിതേഷ്, PK മേദിനി, സുരഭി ലക്ഷ്മി, ഭരണി, പ്രേംകുമാർ, രമേശ് പിഷാരടി, ആദർശ്, ഐശ്വിക, അരിസ്റ്റോ സുരേഷ്, സിദ്ദിഖ്, ഭീമൻ രഘു തുടങ്ങിയ വലിയ താരനിരയാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. അനിൽ വി നാഗേന്ദ്രന്റെ വസന്തത്തിന്റെ കനൽ വഴികളിൽ എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമായ വീരവണക്കത്തിൽ ആദ്യ ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ഫ്ലാഷ് ബാക്കായി കാണിക്കുന്നുണ്ട്. പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം മികച്ച അഭിപ്രായമാണ് ചിത്രം നേടിയിരിക്കുന്നത്. വീരവണക്കം തിയേറ്ററുകളിൽ വലിയ രീതിയിൽ മുന്നേറുകയാണ്. ചിത്രം തിയേറ്ററുകളിൽ തന്നെയുണ്ട്. കാണാത്തവർ തീർച്ചയായും തിയേറ്ററുകളിൽ പോയി ചിത്രം ആസ്വദിക്കുക.